Hi students, welcome to our class. So we are discussing about the hydrogen atom, and in the previous lecture actually what we learned is magnetic quantum number. Okay, so far we are discussing about quantum numbers, and in the first lecture we learned En, about En or principal quantum number, then orbital quantum number, and finally we now know what is magnetic quantum number ML. Okay, and also we know the ranges of these three quantum numbers. Okay, from where to where it varies. Actually for hydrogen atom N runs from 1 to etc. up to N or infinity, and definitely L runs from 0 to N minus 1, and ML runs from minus L to plus L. Okay, this is the range. These things were discussed, and each of the quantum number N, L, M that we know, and from today onwards we are going to discuss some other things about the hydrogen atom, or in particular in this lecture we will discuss electron probability density. Okay, so എനിക്കിനി തോന്നുന്നതെന്ന് വെച്ചാൽ നമുക്കിനി ഒന്ന് രണ്ട് ടോപ്പിക്കിലൂടെ ബാക്കിയുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട സീമാൻ എഫക്റ്റാണ് ഇനി വരാൻ പോകുന്നത്. അതുപോലെ റൈറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ, ബാക്കിയൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓക്കെ, സോ വാട്ട് എവർ ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡെൻസിറ്റി ബോർ ആറ്റത്തിൽ നിന്ന്. ഇപ്പോൾ അതിന് മുമ്പ് ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ രണ്ട് ലെക്ചറായിട്ട് ഓർബിറ്റൽ ക്വാണ്ടം നമ്പറും അല്ലെങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ ഓർബിറ്റ് അത് നമ്മൾ ബോറിൽ കണ്ടതുപോലെ ഒരു പെർട്ടിക്കുലർ ഡെഫിനിറ്റ് ഒരു ആർ തീറ്റ ഫൈയിൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഡെഫിനിറ്റ് പ്ലെയിനിൽ കൺഫൈൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇലക്ട്രോണിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ഒരു ആർ തീറ്റ ഫൈ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ആർ തീറ്റ ഫൈയിൽ കാണാനുള്ള പ്രോബിലിറ്റി നമുക്ക് 100% പറയാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഓർബിറ്റ് ഒന്നും അല്ല ഉള്ളത്. നമ്മൾ കണ്ടിട്ടുണ്ട് ഇലക്ട്രോണിൻ്റെ ഓർബിറ്റിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇന്നലെയൊക്കെ ആയിട്ട്, ഇന്നലല്ല ഐ മീൻ ലാസ്റ്റ് ലെക്ചറിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അത് നമ്മളെ ഓർമ്മയില്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എനിവേ അവിടെ നിന്നൊക്കെ നമുക്ക് മനസ്സിലായ കാര്യമാണത്. എന്തെന്ന് ഇലക്ട്രോണിനെ അറ്റ് എ പെർട്ടിക്കുലർ നമ്മൾ XYZ പറയുന്നത് ആർ തീറ്റ ഫൈലാണ്. ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ആർ തീറ്റ ഫൈൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഇലക്ട്രോണിനെ കാണാനുള്ള ഒരു പ്രോബബിലിറ്റി, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ആ ഒരു ഓർബിറ്റിൻ്റെ പ്രത്യേകത ബോർന്ന് നമ്മളെ ഇങ്ങോട്ട് വരുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഷ്രോഡിഞ്ചറിലേക്ക് വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അത് തന്നെയാണ്. ഓക്കെ, ഒരു ഡെഫിനിറ്റ് ആർ തീറ്റ ഫൈ നമുക്കെന്താ ഇല്ല, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആർ തീറ്റ ഫൈ ഇലക്ട്രോണിനെ കാണാനുള്ള ഒരു സംതിങ് പ്രോബബിലിറ്റി അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ് us മൂവ് ഓൺ ടു ദാറ്റ്. വൺ for hydrogen atom we are using spherical അല്ലേ, SPC ആണ്, spherical polar coordinates ആണ്, that you know x, y and z. If this is a point in space, ഇതാണ് r, അതിൻ്റെ പ്രൊജക്ഷൻ XY പ്ലെയിനിലേക്ക് എടുത്താൽ ഇതാണ് പ്രൊജക്ഷൻ. ദിസ് ആംഗിൾ ഇസ്, അപ്പോൾ r കിട്ടി, ദിസ് ആംഗിൾ ഇസ് തീറ്റ, z ആക്സുമായിട്ട് r ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രൊജക്ഷൻ എന്താണ് r സൈൻ തീറ്റയാണ്. ഓക്കെ, this angle is phi. These things we already know, and now we are say ഇപ്പോൾ ഞാൻ പറയാം ഇവിടെ ഈ ഒറിജിൻ ആണ് ന്യൂക്ലിയസ് എന്ന് വിചാരിക്കും. This origin is the nucleus. Okay, then we can say how the probability of electron changes in accordance with these three parameters r, theta and phi. അവർ ഓരോ പെർട്ടിക്കുലർ ആർ തീറ്റ ഫൈയിലും ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബിലിറ്റിയെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. റൈറ്റ്, അല്ലെ പെർട്ടിക്കുലർ ആറിൽ എങ്ങനെ കാണാം, ഫൈയിൽ, തീറ്റയിൽ. ഓക്കെ, ചില കാര്യങ്ങൾ അതിന് നമുക്ക് ബ്യൂട്ടിഫുള്ളി കാണാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് ക്യാപിറ്റൽ ഫൈ ഈക്വൽ ടു കിട്ടിയത് എ ഇ റേസ് ടു
IML5 ഇങ്ങനെയാണ് കിട്ടിയത് അല്ലേ. സൊല്യൂഷൻ ഈ ഇക്വേഷൻ ഓർമ്മയിലെത്താറില്ലല്ലോ. റൈറ്റ്, നമ്മൾ വേരിയബിൾ സെപ്പറേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇക്വേഷനെ ഷ്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ നമ്മൾ 3 ഓരോ വേരിയബിളുള്ള ഇക്വേഷൻസ് ആയിട്ട് അല്ലേ, ആറിലുള്ളത് തീറ്റയിലുള്ളത് ഫൈയിലുള്ളതായിട്ട് സെപ്പറേറ്റ് ചെയ്തിരുന്നു. അതിൽ ഫൈയിലുള്ള ക്യാപിറ്റൽ ഫൈയിലുള്ള ഇക്വേഷന് ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്തപ്പോൾ കിട്ടിയ സൊല്യൂഷനാണ് 5e⁻⁵ റൈറ്റ്. എനിവേ വാട്ട് ഈസ് മോഡ് ഇഫ് ഒരു പെർട്ടിക്കുലർ ഫൈ എന്ന് പറയുന്ന വാല്യൂ കാണാനുള്ള പ്രോബിലിറ്റി അതിൻ്റെ മോഡുലസ് സ്ക്വയറിന് പ്രൊപ്പോർഷൻ ആണല്ലോ എന്ന് നമുക്കറിയാമല്ലോ അല്ലേ. എന്താ മോഡുലസ് ഫൈ സ്ക്വയർ? മോഡുലസ് ഫൈ സ്ക്വയർ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഫൈയുടെ കോൺജുഗേറ്റ് എടുക്കണം, എന്നിട്ട് അത് ഫൈയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഇതിൻ്റെ കോൺജുഗേറ്റ് എന്താ വരിക എന്ന് പറഞ്ഞാണേ, എ അങ്ങനെ തന്നെ e⁻⁵. യെസ്, ഇവിടെ ഐ ഉണ്ട്, അപ്പോൾ φ* എന്ന് പറഞ്ഞാൽ -IML5. ഇനി ഫൈ എന്താ, e⁻⁵ അതന്നെ IML5. ഓക്കെ, അപ്പോൾ φ*, a × a എന്താ, a². e⁻⁵, e⁻⁵, ഒന്ന് മൈനസും ഒന്ന് പ്ലസും ആണ്. ഏടത് 0, e⁻�0 1. സോ മോഡുലസ് φ² ഈസ് a² or this is a constant. ഓക്കെ, ഒരു കാര്യം മനസ്സിലായി, എന്താ ഫൈ എന്ന് പറയുന്ന ആംഗിൾ ഇതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഫൈ വേരിയ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വേരി ചെയ്യുക, ഈ ഒരു 6. ഓക്കെ, അപ്പോൾ ഫൈ വേരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് 6. ഫൈ വേരിയ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ടും പോകാൻ പാടില്ല, 6 നീളാനും പാടില്ല കുറയാനും പാടില്ല. ഒരു പെർട്ടിക്കുലർ റേഡിയസിൽ ഫൈ വേരിയ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ Z ആക്സിസിന് സിമെട്രിക്കൽ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. അബൌട്ട് Z ആക്സിസ് സിമെട്രിക്കലുള്ള റൊട്ടേഷൻ റൈറ്റ്. അതായത് ഈ ഒരു പ്ലെയിന്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലെയിനിൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബിലിറ്റി തീർച്ചയായിട്ടും അത് മോഡുലസ് φ² പ്രൊപ്പോർഷൻ ആൻഡ് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് a² അല്ലേ. അപ്പോൾ ഒരു ഇവിടെ ഫൈ പോലും ഇല്ല, അതാ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈവൻ ഒരു ഫൈ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബിലിറ്റിയെ ഫൈ എന്ന് പറയുന്ന ആംഗിള് എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, ഇവിടെ ജസ്റ്റ് a², a is a constant, നോർമലൈസിങ് ജസ്റ്റ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയറിനാണ് കിട്ടിയത്. അതായത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഫൈല് ഇവിടെ കാണാനുള്ള എന്തെന്ന് പ്രോബിലിറ്റിയും, ഇനി അല്ലെങ്കിൽ നമുക്കൊരു സർക്കിളായിട്ട് വരയ്ക്കാം. ഓക്കെ, ഇത് നിങ്ങളുടെ എക്സ് ആണെങ്കിൽ ഇത് ഫൈ. ഈ ഒരു പെർട്ടിക്കുലർ ഫൈൽ കാണാനുള്ള പ്രോബിലിറ്റി, മറ്റൊരു ഫൈ, ഈ ഫൈൽ കാണാനുള്ള പ്രോബിലിറ്റി, അങ്ങനെ ഡിഫറെൻറ്റ് ഫൈ വാല്യൂവിൽ കാണാനുള്ള പ്രോബിലിറ്റി, ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബിലിറ്റി അത് a² ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണാനുള്ള പ്രോബിലിറ്റി ഇവിടെ കാണാനുള്ള പ്രോബിലിറ്റി സെയിം ആണ്, ആൻഡ് ഇസ് എ കോൺസ്റ്റന്റ് ഓൾസോ. എത്ര, a². റൈറ്റ്. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറയുന്ന ആളുടെ ഡിസ്ട്രിബ്യൂഷൻ അല്ല, ഇലക്ട്രോൺ എന്ന ആളുടെ പ്രോബിലിറ്റി കാണാനുള്ള പ്രോബിലിറ്റി Z ആക്സിസിന് അറൗണ്ട് ആയിട്ട് അല്ലേ. ഇവിടുന്ന് ഇങ്ങനെയാണ് ഏത് ആക്സിസ്, Z ആക്സിസ്. അപ്പോൾ അറൗണ്ട് Z ആക്സിസ് ഇലക്ട്രോണെ കാണാനുള്ള പ്രോബിലിറ്റി എന്താണ്, സിമ്മട്രിക് ആണ്. അതായത് ഇത് അറൗണ്ട് ആയിട്ട് എവിടെ കാണാനും ഒരേ പ്രോബിലിറ്റി ആണുള്ളത്. ഇറ്റ് ഡസൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫൈ വാല്യൂ ഇറ്റ് സെൽഫ്. ഫൈനെ തന്നെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു പക്ഷേ ഫൈ മാറുന്നതനുസരിച്ചിട്ട് ഇവിടെ a², ഒരു 2a², 3a² അങ്ങനെ എന്തൊക്കെ മാറ്റം വരുമായിരുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ബട്ട് ഹിയർ ജസ്റ്റ് a² എന്ന് മാത്രമേ കിട്ടിയത് അല്ലേ. എന്ന് വെച്ചാൽ അർത്ഥം എന്താ, Z ആക്സിന് അറൗണ്ട് ആയിട്ട് ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബിലിറ്റി എന്താണ്, അതൊരു സിമെട്രിക് ആണ്. ഓക്കെ, കാണാനുള്ള പ്രോബിലിറ്റി എന്താണ്, സിമെട്രിക് ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമുക്ക് മറ്റ് കോർഡിനേറ്റുകൾ വേരി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രോണിൻ്റെ വേവ് ഫംഗ്ഷൻ സൈ അല്ലേ. നമ്മളെങ്ങനെ എടുക്കാറ് സൈയെ സാധാരണ നമ്മൾ എടുക്കാറ് ക്യാപിറ്റൽ R, ക്യാപിറ്റൽ തീറ്റ ആൻഡ് ക്യാപിറ്റൽ ഫൈ അല്ലേ. അപ്പോൾ സൈയുടെ പ്രോബിലിറ്റി ഒന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നോക്കോളേ, ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, തീറ്റയും ഫൈയും ഓൾറെഡി നോർമലൈസ്ഡ് ആണ്. ഓക്കെ, സോ ലിസൺ, ഇതൊക്കെ മേക്കട്ടെ. ഇപ്പോൾ ഞാൻ കാണാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു R ഞാൻ എന്താക്കി, ഒരു dr ഡിസ്റ്റൻസ് നീക്കി. അപ്പോൾ ഇത് ഇവിടുത്തെ പോയിന്റ് വെച്ചാൽ R + dr. ഒരു R-ൻ്റെയും R+dr-ൻ്റെ ഇടയിൽ ഒരു സ്മോൾ വോളിയം, ഇതൊരു സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യണേ. ഇതൊരു ലൈനാണ്. ഓക്കെ, ഈ റേഡിയസ് ഇവിടം വരെ R ആണ്, ഇവിടം വരെ R+dr ആണ്. ഓക്കെ, ആ R+dr ഉള്ള ഇയാൾ ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു സ്പിയർ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ
ഈ ഡി ആർ ലെങ്ത്തിൽ ഒരു ചെറിയ എന്തുണ്ടാവും, ഒരു സ്മോൾ എലിമെൻ്റൽ വോളിയം ഉണ്ടാവും. ഓക്കെ, അതങ്ങനെയല്ല വരുക. നല്ല ചിത്രം വരക്കണമെങ്കിൽ ഒരു സ്പിയറിൻ്റെ ഭാഗമായിരിക്കുമല്ലോ. ഓക്കെ, എനിവേ ഇച്ചിരി കുഴപ്പമില്ല. റൈറ്റ്, ഈ ഒരു ചെറിയ ഒരു ഡി ആർ ലെങ്ത്തിലുള്ള ഇവിടെയുള്ള ചെറിയൊരു വോളിയം, ആ വോളിയത്തിൽ ഇലക്ട്രോൺ, ഇതൊരു 3 ഡയമെൻഷണൽ ചിത്രമാണ്, അതാണ് എനിക്ക് വരച്ചിട്ട് ശരിയാവാത്തത്. എനിവേ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രമുണ്ട്, യു ക്യാൻ റെഫർ ദാറ്റ് വാട്ട് എവർ. ഇവിടെ ആ ഒരു സ്മോൾ വോളിയത്തിൽ, ആ സ്മോൾ വോളിയത്തിൽ നമ്മൾ ഡീട്ടോ അല്ലേ, സാധാരണ ഡീട്ടോ അല്ലെ ഡി വി വാട്ട് എവർ അങ്ങനെ വിളിക്കാറുണ്ട്. ആ വോളിയത്തിൽ കാണാനുള്ള ഇതൊരു 3 ഡയമെൻഷനായിട്ട് മനസ്സിലാക്കണം നിങ്ങൾ. ഇതൊരു സ്പിയറാണ്, സ്പിയറിൻ്റെ റേഡിയസ് ആണ് 6 അല്ലേ, അവിടെയാണ് θ5 ഒക്കെ വരുന്നത്. അതൊക്കെ നിങ്ങൾ മനസ്സിൽ ഇമാജിനേഷൻ ചെയ്യാൻ പറ്റണം. റൈറ്റ്, വാട്ട് എവർ. ഡീട്ടോ എന്ന് പറയുന്ന ആൾ നമ്മൾ എസ് പി സിയിൽ ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ ഡി ഫൈ എന്നാണ്. ഇത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? റൈറ്റ്, ഇതാണ് ഇവിടെയുള്ള സ്മോൾ ഇൻഫിനിറ്റസിമൽ വോളിയം, സ്മോൾ വോളിയം എന്ന് പറയും അല്ലേ, ഇൻഫിനിറ്റസിമൽ വോളിയം ഇൻ സ്പീസി ഈസ് ദിസ്. റൈറ്റ്, അപ്പോൾ ഈ ഒരു സ്മോൾ വോളിയത്തിൽ ഇലക്ട്രോണെ കാണാൻ പ്രോബിലിറ്റി എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പറയാം, ഈ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ആ തീറ്റയും ഫൈയും മാറുന്നില്ല. ഓക്കെ, 6 മുതൽ ഒരു ഡി ആർ വരെ, 6 മുതൽ R+dr വരെയുള്ള ചേഞ്ചിലുള്ള ആ സ്മോൾ വോളിയത്തിലുള്ള എന്ത് പ്രോബിലിറ്റിയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനതിനാ P(r)dr എന്ന് വിളിക്കാം. ഓക്കെ, ഒരു ഡി ആർ ലെങ്ത്. ഓക്കെ, തീറ്റയും ഫൈയും കോൺസ്റ്റന്റ് ആക്കിയിട്ട് ഡി ആർ ലെങ്ത്തിലുള്ള ചേഞ്ച് ഫോർ ദാറ്റ് വോളിയം ദാറ്റ്സ് ഈക്വൽ ടു, ശരിക്കും പ്രോബിലിറ്റി കാണും എങ്ങനെയാണ് ഓർമ്മ നിങ്ങൾക്ക്, മോഡുലസ് സൈ സ്ക്വയർ ഡീട്ടോ. ഓക്കെ, മൊത്തം സ്പേസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണേ. ഓക്കെ, നോ മാറ്റർ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണാറ്, പ്രോബിലിറ്റി കാണാറ്. എനിവേ അല്ലേ, കറക്റ്റ് അല്ലേ? റൈറ്റ്, ടോട്ടൽ പ്രോബിലിറ്റി മോഡുലസ് സൈ സ്ക്വയർ ഡീട്ടോ എന്ന് പറഞ്ഞാൽ ഡീറ്റോയിൽ കാണാനുള്ള പ്രോബിലിറ്റി, ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ കിട്ടും. എനിവേ ഞാൻ ഒരു ആറിൻ്റെയും R+dr ഇടയിൽ മൊത്തം കാണാനുള്ള പ്രോബിലിറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ അവിടെ തീറ്റയും ഫൈയും വേരി ചെയ്യാം. 6ൻ്റെ വേരിയേഷൻ 6 മുതൽ R+dr വരെയേ ഉള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ആവുമ്പോൾ എന്ത് വരും, മോഡുലസ് സൈ സ്ക്വയർ ഡീറ്റോയാണ് അല്ലേ, മോഡുലസ് സൈ സ്ക്വയർ ഡീറ്റോയാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. മോഡുലസ് സൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ മോഡുലസ് R സ്ക്വയർ മോഡുലസ് തീറ്റ സ്ക്വയർ മോഡുലസ് ഫൈ സ്ക്വയർ, സൈ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണല്ലോ, അപ്പോൾ 3ൻ്റെ സ്ക്വയർ ഇൻറ്റു എന്ത് വരും, ഡീറ്റോ എന്ന് വരും. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, 6ൻ്റെത് 6 മുതൽ R+dr വരെ വേരി ചെയ്യുന്നുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എത്ര ഡിഫറൻസിലുള്ളത്, സ്മോൾ ഡി ആർ ലെങ്ത്തിലുള്ളതേ വേണ്ടൂ അല്ലേ, ശരിയല്ലേ? ഇതിപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, മോഡുലസ് സൈ സ്ക്വയർ ഡീറ്റോ എന്ന് പറഞ്ഞാൽ ഡീറ്റോ വോളിയത്തിലുള്ള പ്രോബിലിറ്റി ഡെൻസിറ്റിയാണ്. കറക്റ്റ് അല്ലേ? നിങ്ങൾ ടോട്ടൽ പ്രോബിലിറ്റി ഡെൻസിറ്റി കാണാനാണ് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ 6ൻ്റെ വേരിയേഷൻ മൊത്തം സ്പേസിൽ ഞാൻ വേരി ചെയ്യുന്നില്ല. 6 ഞാൻ വേരി ചെയ്യുന്നത് 6 മുതൽ R+dr വരെ, അതായത് വേരിയേഷൻ എത്രയേ ഉള്ളൂ, ഡി ആറേ ഉള്ളൂ. അപ്പോൾ 6ൻ്റെ പാർട്ടിന് എന്ത് വേണ്ട, അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രേഷൻ വേണ്ട. കാരണം ഡി ആർ ലെങ്ത്തിൽ വേരി ചെയ്യുന്ന പ്രോബിലിറ്റി എന്താ വരിക, മോഡുലസ് R സ്ക്വയർ ഡി ആർ വരും. ഓക്കെ, ഇവിടെ ഡീറ്റോയിൽ ഒരു സ്മോൾ R സ്ക്വയർ ഉണ്ട്, അപ്പോൾ അതിനെ മുമ്പിൽ ഇട്ടു. അപ്പോൾ യെസ്, മോഡുലസ് R സ്ക്വയർ R സ്ക്വയർ ഇൻറ്റു മോഡുലസ് R സ്ക്വയർ ഡി ആർ. ഓക്കെ, ഇൻറ്റു എന്ത് വരും ബാക്കി, ഇൻറ്റഗ്രൽ അടുത്ത തീറ്റയിൽ വേരിയേഷൻ 0 to π ആ തീറ്റ വേരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്പിയർ, വേറെ സ്പിയർ. ഓക്കെ, അപ്പോൾ ഈ ഇതാണ് ഡി ആർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ മൊത്തം ഇലക്ട്രോണിനെ കാണാനുള്ള ഡി ആർ ലെങ്ത്തിൽ കാണാനുള്ള പ്രോബിലിറ്റിയാണ് കാണുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 6ൻ്റെ പാർട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട, ഇതാണ് പ്രോബിലിറ്റി. തീറ്റയുടേത് നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഇപ്പോൾ മോഡുലസ് സൈ സ്ക്വയർ ചെയ്യുമ്പോൾ മോഡുലസ് തീറ്റ സ്ക്വയർ ചെയ്യണം, അത് മൊത്തം നമ്മളെ സ്പേസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. തീറ്റയുടെ റേഞ്ച് 0 to π എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, മോഡുലസ് തീറ്റയാണ്, തീറ്റ സ്ക്വയർ, തീറ്റയുടെ ഇവിടെ ഉള്ള സൈൻ തീറ്റ ഡി തീറ്റ. ഓക്കെ, അതിന് അടുത്ത ഫൈ എന്ത് ചെയ്യണം, ഇത് മൊത്തം സ്പേസ് എടുക്കണമെങ്കിൽ ഫൈ എന്ത് ചെയ്യണം, 0 to 2π വേരി ചെയ്യണം. 6 മാത്രമേ 6 മുതൽ R+dr വരെ വേരി ചെയ്യുന്നുള്ളൂ, ബാക്കിയൊക്കെ ഫുൾ സ്പേസ് വേരി ചെയ്യണം.
ഈ ഒരു റീജിയൻ കിട്ടണമെങ്കിൽ. ഫൈയുടേത് മോഡുലസ് ഫൈ സ്ക്വയർ. ഇവിടെ ഫൈക്ക് വേറെ അറിയുന്നുണ്ടോ? യെസ്, d5 മാത്രമാണ്. യെസ്, ഇത് സ്മോൾ ഫൈ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ ബിറ്റ്വീൻ ആർ ആൻഡ് ആർ പ്ലസ് ഡി ആർ. അപ്പോൾ ആറിൻ്റെയും ആർ പ്ലസ് ഡി ആറിൻ്റെ ഇലക്ട്രോണെ കാണാനുള്ള പ്രോബിലിറ്റിക്കുള്ള ഇക്വേഷൻ എഴുതി വെച്ചിരിക്കുന്നത്. ഫൈയും തീറ്റയും നോർമലൈസ്ഡ് ആയതുകൊണ്ട് ഇതൊക്കെ 1 ആയിരിക്കും. ദിസ് ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ മോഡുലസ് ആർ സ്ക്വയർ ഡി ആർ. അപ്പോൾ ഇലക്ട്രോണിനെ ഒരു ആറിൻ്റെയും ആർ പ്ലസ് ഡി ആറിൻ്റെ ഇടയിൽ കാണാനുള്ള പ്രോബിലിറ്റിക്കുള്ള ഇക്വേഷനാണ് സ്മോൾ ആർ സ്ക്വയർ മോഡുലസ് ഓഫ് ക്യാപിറ്റൽ ആർ സ്ക്വയർ ഇൻറ്റു ഡി ആർ. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിൻ്റെയൊക്കെ ഗ്രാഫുകൾ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫൈയിലെ വേരിയേഷൻ പറഞ്ഞ ഓർമ്മയില്ലേ, അവിടെ നിന്ന് നിങ്ങൾ പിന്നീട് പോകുന്നത് ആറിലെ വേരിയേഷനിലേക്കാണ്. ആറിൽ തന്നെ ഇപ്പോൾ എസ്, പി, ഡി, എഫ് അങ്ങനെ ഡിഫറൻറ്റ് ഷെല്ലിലുള്ള വേരിയേഷൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഗ്രാഫൊക്കെ ഒന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നിങ്ങളുടെ ഐഡിയ ഒന്ന് ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ഇവിടെ അതിപ്പോൾ ചെയ്യാനുള്ള നമുക്ക് കൂടുതലായിട്ടൊന്നും ഡിസ്കസ് ചെയ്യാനില്ല. അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കുക, ഇതിൻ്റെ ഗ്രാഫൊക്കെ നോക്കി ചെറിയ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒരു ചെറിയൊരു പ്രോബ്ലം ചെയ്തിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. അത് ആവറേജ് വാല്യൂ ഓഫ് 1/r. ഓക്കെ, ഫോർ ഹൈഡ്രജൻ ആറ്റം അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിന് നമുക്കറിയാം. എക്സ്പെക്റ്റേഷൻ ഓഫ് ആർ കാണണമെങ്കിൽ എങ്ങനെ കാണുക? എക്സ്പെക്റ്റേഷൻ ഓഫ് നിങ്ങൾക്ക് പണ്ട് പറഞ്ഞ ഓർമ്മയില്ല, എക്സ്പെക്റ്റേഷൻ ഓഫ് ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണെങ്കിൽ ജി ഇൻറ്റു മോഡുലസ് സൈ സ്ക്വയർ ഡി. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ ഇത് സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈ സ്റ്റാർ സൈ ആണ്. ജിയുടെ സ്ഥാനത്ത് ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ സൈ സ്റ്റാർ ജി സൈ ഓർഡർ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? ഇല്ലേ? ആ ഐഗൺ വാല്യൂ അങ്ങ് കുറച്ച് മുന്നേ വേവ് മെക്കാനിക്സ് 4ാമത്തെ പാഠത്തിൽ. റൈറ്റ്, എനിവേ എക്സ്പെക്റ്റേഷൻ കാണുന്ന ഇക്വേഷൻ ഇതാണ്. സോ ഇവിടെ നമുക്ക് ജിയുടെ സ്ഥാനത്ത് 1/r ആണ്. സോ ദിസ് ഈസ് 1/r. എന്ത് വരും? സൈ അറിയണം, ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ സൈ. ഇറ്റ് ഇസ് ഗിവൺ ബൈ 1/√ ഓഫ് പൈ a0 ക്യൂബ് e⁻r/a0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോഡുലസ് സൈ സ്ക്വയർ എന്താ? മോഡുലസ് സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു സൈ സ്റ്റാർ സൈ ആണ്. ഇവിടെ സൈയും സൈ സ്റ്റാറും സെയിം ആണ്, കാരണം ഐ ഉണ്ട് ഇവിടെ എവിടെയെങ്കിലും. -r/a0 ഐ ഇല്ല, അതുകൊണ്ട് തന്നെ സൈ സ്റ്റാറും സൈയും സെയിം സംഗതിയാണ്. അപ്പോൾ ഇത് രണ്ടും ഇത് ഒന്നും കൂടെ മൾട്ടിപ്ലൈ ആണ് അല്ലേ? അപ്പോൾ എന്താ വരിക? ഈക്വൽ ടു ഇത് ഇൻറ്റു ഇതെന്ന് വരും. അപ്പോൾ റൂട്ട് പോയിട്ട് 1/πa0 ക്യൂബ്. ഓക്കെ, e⁻− ഇത് ഇൻറ്റു ഇത് വരുമ്പോൾ 2r/a0. ക്ലിയർ അല്ലേ? അപ്പോൾ സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇൻറ്റു അതേ ഫംഗ്ഷൻ, അപ്പോൾ റൂട്ട് പോയി മേലെ എന്ത് ചെയ്യും? -r/a0 ഇൻറ്റു -e⁻r/a0 വരും. അത് -2 ആവും. ഓക്കെ, റൈറ്റ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? 1/π അല്ലേ? ജി കൊടുത്തു, അത് 1/r ആണ്. a0 ക്യൂബ് e⁻²r/a0 മൊത്തം d2 ആണ്. റൈറ്റ്, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓർ ആവറേജ് വാല്യൂ ഓഫ് ആർ 1/r ഈക്വൽ ടു നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ 1/π a0 ക്യൂബ് കോൺസ്റ്റൻ്റ് പുറത്തെടുത്തു, ബാക്കി 1/r e⁻²r/a0. ഓക്കെ, നൗ ലിസൺ. അപ്പോൾ 1/π ഇത് ഈ കോൺസ്റ്റൻ്റ് പുറത്തെടുത്തേ, ബാക്കി 1/r ഇതെടുത്തു. d2 എന്താ? ആർ സ്ക്വയർ. ഇതൊക്കെ നമുക്ക് എപ്പോൾ പറയണേ? സൈൻ സ്ക്വയർ തീറ്റ dr d⁻θ d⁵. ബാക്കി ഇതെല്ലാം വായിച്ചോളാം. ഓക്കെ, ഇനി ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ട്രിപ്പിൾ ഇൻറ്റഗ്രേഷനാണ്. dr ചെയ്യണം, ഫൈൽ ചെയ്യണം, തീറ്റ ചെയ്യണം, ഫൈൽ ചെയ്യണം. നമുക്ക് ഓരോന്ന് വേറെ വേറെ ചെയ്യാം. ഓക്കെ, 1/π a0 ഇവിടെ ഉണ്ട്. ഞാൻ 3 ഇൻറ്റഗ്രേഷനാണ്, അതിനെ I1 I2 I3 എന്ന് വിളിക്കുക. I1 എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ 1/r, ആറിൻ്റെ ആണ് I1, തീറ്റയുടേത് I2, ഫൈയുടേത് I3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആറിൻ്റെ എന്ന് പറയുമ്പോൾ ഈ ടേം എടുക്കണം. യെസ്, ഈ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ആറിലാണുള്ളത്. r² എടുക്കണം, പിന്നെ ഇവിടെ dr എടുക്കണം. ഇവിടെ r² ആറും ക്യാൻസൽ ആയിട്ട് മേലെ r വരൂലേ? സോ r e⁻²r/a0 ഇൻറ്റു dr. ഓക്കെ, 0 to ഇൻഫിനിറ്റി ആണ് വേരി ചെയ്യുന്നത് അല്ലേ? റേഡിയസ് 0 മുതൽ ഇൻഫിനിറ്റിയിൽ വേരി ചെയ്യുക. അപ്പോൾ ആറിൻ്റെ പാർട്ടായി. ഇനി I2 അത് തീറ്റയുടെ പാർട്ടാണ്.
ഇവിടെ ഇപ്പോൾ തീറ്റയുടെ പാർട്ട് ഏതാണുള്ളത്? സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ ആർ സ്ക്വയർ സൈൻ തീറ്റയാണേ. യെസ്, ഓക്കെ. ആർ സ്ക്വയർ സൈൻ തീറ്റയാണ്, തെറ്റിക്കരുതേ. സൈൻ തീറ്റ ഡി തീറ്റ, അതല്ലേ ഉള്ളൂ തീറ്റയുടെ പാർട്ട്. ഓക്കെ. ഇനി I3 തീറ്റ വേരി ചെയ്യുന്നത് 0 to π ആണ്. ഫൈ വേരി ചെയ്യുന്നത് 0 to 2π ആണ്. റൈറ്റ്. 0 to 2π. I3 ഫൈയുടെ ഏത് മാത്രമേ ഉള്ളൂ? ഇത് തീറ്റയാണ്. ബാക്കി ഫൈയുടെ വെറും d5 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വേഗം കഴിയും. നമുക്കിത് രണ്ടും ആദ്യം ചെയ്യാം, പെട്ടെന്ന് കഴിയും. അതുകൊണ്ടാണ് കോസ് തീറ്റ ഇൻ്റഗ്രൽ മൈനസ് സൈൻ തീറ്റ ഇൻ്റഗ്രൽ മൈനസ് കോസ് തീറ്റ ലിമിറ്റ് 0 to π. ഓക്കെ. ഇവിടെ കോസ് പൈ -1 മൈനസ് വന്നാൽ 1. 1 മൈനസ് മനസ്സിലായില്ല, നോക്കിക്കോ. ഇവിടെ പൈ കൊടുത്ത് എന്താവും? -1 ആവും. ഈ -1 മൈനസ് എന്തായി? പ്ലസ് ആയി 1. ഇനി മൈനസ് ഈ ഇവിടെ കോസിൻ്റെ മുമ്പിൽ ഒരു മൈനസ് ഇല്ല, ആ മൈനസ് എന്തായി? പ്ലസ് ആയി. 0 കൊടുത്താൽ 1, അപ്പോൾ എന്ത് വരുക? 2. ഞാൻ പണ്ടപ്പോഴേക്ക് ചെയ്തിക്കേ. ഇനി d5ൻ്റെ ഇൻ്റഗ്രൽ എന്താ? 5 ലിമിറ്റ് 0 to 2π. അപ്പോൾ 2π കൊടുത്താൽ 2π - 0 2π. ഓക്കെ. അപ്പോൾ 2π × 2 എത്രയാണ്? 4π. അപ്പോൾ I2 ഇതിനകത്ത് തീറ്റയുടെ ഫൈൻ ഇൻ്റഗ്രേഷൻ ചെയ്താൽ കിട്ടുക 2 × 2π 4π ആണ്. ഇനി ആറിൻ്റെ കൂടെ കണ്ടുപിടിച്ചിട്ട് അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ആൻസറായി അല്ലേ? പുറമൊരു കോൺസ്റ്റൻറ്റ് ആക്കരുത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കോളൂ. അപ്പോൾ I2 I3 ഞാൻ ഇവിടെ മാറ്റിയേക്കട്ടെ, സ്ഥലമില്ല. I2 I3 ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 2 × 2π 4π ആണ്. ഓക്കെ. ഞാനിതൊക്കെ ഒന്ന് മാറ്റിച്ചറിയാം. നമുക്ക് എന്ത് നോക്കാം? ആറിൻ്റെ മാത്രം നോക്കാം. നോക്കിക്കോളേ. ഇതിപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യണം. ഇവിടെ ആറുണ്ട്, ഇതുണ്ട് അല്ലേ? അതായത് ഇൻ്റഗ്രൽ u dv = uv മൈനസ് ഇൻ്റഗ്രൽ v du. ഞാൻ u ആയിട്ട് എടുക്കുന്ന ആറാണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇവിടെ യു വി അല്ലേ? യു വി എന്ന് വെച്ചാൽ u അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ അങ്ങനെ തന്നെ ഇട്ടു. രണ്ടാമത്തെ ഫംഗ്ഷൻ ഡി വി ആയിരുന്നു, ഇവിടെ അത് വി ആയിട്ടുണ്ട്. ഡി വി വി ആവാന്ന് പറഞ്ഞാൽ ഡി വിയുടെ ഇൻ്റഗ്രേഷനാണ് വി. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷനാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ആറാണ്, ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ e⁻²r/a0 dr ഇൻ്റഗ്രേഷൻ എന്താ വരിക? e⁻²r/a0 ഡിവൈഡഡ് ബൈ -2/a0 വരും. ഇത് മേലെ എടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈഡ് ബൈ -a0/2. 2/a0 ആയിരുന്നു, അത് മേലെ പോകുമ്പോൾ -a0/2. ഇത് മൈനസ് ആണ്. അപ്പോൾ യു വി ഐ യു എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫംഗ്ഷൻ, രണ്ടാമത്തെ ഫംഗ്ഷൻ ഇൻ്റഗ്രൽ മൈനസ് ഇൻ്റഗ്രൽ രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ വി ഡി വി വി ആവുക ഇൻ്റഗ്രേഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ ഇൻ്റഗ്രേഷൻ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നോക്കിക്കോളേ, e⁻²r/a0 ഇൻറ്റു -a0/2. ഈ മൈനസിനെ പുറത്തേക്ക് എടുത്താൽ ഇത് പ്ലസ് ആവൂലേ? യെസ്, റൈറ്റ്. ഇനി ഇൻറ്റു ഡി യു, ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് യു, അതിൻ്റെ ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ ആരാ എടുത്തത്? ആറാ. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡി ആർ. ഓക്കെ, യെസ്. ഇവിടെ ലിമിറ്റ് 0 to ∞. ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ നിങ്ങൾ ഇൻഫിനിറ്റി കൊടുത്താൽ e⁻∞ 0 ആണ്. 0 കൊടുക്കുമ്പോൾ ആറിന് 0 വരുമ്പോൾ 0 × e⁻ വരും, അതും 0 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ ഫസ്റ്റ് ടേം എന്തായാലും 0 ആവും. എന്തുകൊണ്ട്? ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ എക്സ്പോണൻഷ്യൽ ടേം 0 ആവും, 0 കൊടുക്കുമ്പോൾ ഈ ആർ ടേം 0 ആവും. അപ്പോൾ എന്തായാലും ഈ ടേം എന്താണ്? 0 ആണ് അല്ലേ? 0 പ്ലസ് രണ്ടാമത്തത് a0/2 കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു. ബാക്കി എന്താ? ഇൻ്റഗ്രൽ e⁻²r/a0 dr ഈക്വൽ ടു 0 to ∞. ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയല്ലോ. a0/2 കോൺസ്റ്റൻറ്റ് പുറത്തുണ്ട്. ബാക്കി ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താ? ദാറ്റ് ഫംഗ്ഷൻ e⁻²r/a0 ഡിവൈഡഡ് ബൈ -2/a0 ഉണ്ടാവും. അത് മേലെ വരുമ്പോൾ ഇൻറ്റു a0/2 ഒരു മൈനസ് ഉണ്ടാവും. ആ മൈനസിനെ മുമ്പിലിട്ടു. ഓക്കെ, ലിമിറ്റ് 0 to ∞. റൈറ്റ്. ഞാൻ ഇവിടുന്ന് മേലത്തേക്ക് എഴുതട്ടെ, ഇത് വായിച്ചിട്ട് വേറെ സ്ഥലമില്ല, ശ്രദ്ധിക്കണേ. അപ്പോൾ a0/2 × a0/2 എന്താ? a0/2 അതായത് a0² 4 കറക്റ്റ് അല്ലേ? റൈറ്റ്. ഇനി എക്സ്പോണൻഷ്യലിൽ ലിമിറ്റ് കൊടുക്കണം. ഒരു മൈനസ് ഉണ്ടേ. യെസ്, e⁻
ഇൻഫിനിറ്റി. ആറാൽ കൊടുക്കണ്ടേ? 0 ആണ്. അപ്പോൾ 0 മൈനസ് ഇവിടെ 0 കൊടുത്താൽ 1. യെസ്. അപ്പോൾ ഇത് 0 1 പോയാൽ -1. ആ മൈനസ് ഈ മൈനസ് എന്തായി പ്ലസ് ആയി. അപ്പോൾ a0² 4. അപ്പോൾ 6ന്റെ പാർട്ടിൻ്റെ ഇൻ്റഗ്രേഷൻ കിട്ടി a0/4. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മൊത്തം എക്സ്പെക്ടേഷൻ ഓഫ് ആർ ദിസ് ഈസ് ഈക്വൽ ടു എന്താ വരിക? 1/π a0³ പുറത്ത് ഓൾറെഡി ഉണ്ട്. 6ന്റെ ഇൻ്റഗ്രേഷൻ ചെയ്തിട്ട് കിട്ടിയത് a0²/4. ഇനി തീറ്റയുടെയും ഫൈയുടെയും ചെയ്തിട്ട് കിട്ടിയത് 4π. 2 × 2π എത്ര കിട്ടി? 4π ഈക്വൽ ടു എന്താ വരിക? ഇവിടെ a0² വെട്ടിപ്പോയി. അപ്പോൾ അടിയിൽ ഒരു a0 ബാക്കിയുണ്ട്. 4π 4 വെട്ടി പൈ വെട്ടി. അപ്പോൾ മേലെ 1. യെസ്. അപ്പോൾ നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായ കാര്യം മനസ്സിലായി. എക്സ്പെക്ടേഷൻ ഓഫ് ഓർ ആവറേജ് വാല്യൂ ഓഫ് 1/r ഈസ് 1/a0. a0 വെച്ചാൽ ബോർ റേഡിയസ് ആണ്. ഓക്കെ. അപ്പോൾ വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയ റിസൾട്ട് നമുക്ക് മനസ്സിലായി. എക്സ്പെക്ടേഷൻ ഓർ ആവറേജ് വാല്യൂ ഓഫ് 1/r ഈസ് 1/a0. a0 ഈസ് ദ ബോർ റേഡിയസ്. ഓക്കെ. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ ചെയ്തിട്ടുള്ളൂ. മാത്തമാറ്റിക്സ് ശരിക്കും ഇവിടെ ചെയ്തിട്ടുള്ളൂ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ. സോ വി വിൽ സീ വിത്ത് other things of higher anatomy in the next class. Until bye.